ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ പ്രോബ്ലം സോൾവിങ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2025 ഇൻക്ലൂഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുന്നേ ഒരു 2 months ബിഫോറൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. അത് ഫോളോ ചെയ്തവർക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ സിലബസ് എല്ലാം കവറായി കാണും. ആൻഡ് ഇനിയും സമയമുണ്ട്. സോ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയും നമുക്ക് കുറേ ടൈമുണ്ട്. നെക്സ്റ്റ് മന്ത് 22 വരെയാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. മീനിങ് 20th വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് 22nd വരെ നമുക്ക് ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും എക്സാംസ്. അപ്പോൾ ഇനിയും സമയമുണ്ട്. ആൻഡ് സിലബസ് എല്ലാം ഈസി ആയിട്ടുള്ള ടോപ്പിക്സാണ് ഉള്ളത്. സോ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ പഠിച്ച് തുടങ്ങാത്തവരാണെങ്കിലും പഠിക്കാം. ആൻഡ് ഓൾറെഡി 2024 പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഇന്ന് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം സോൾവിങ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓൾറെഡി പ്രോബ്ലം സോൾവിങ് ബേസ് ചെയ്തിട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ബേസിക്സ് ആണ്, സി പ്രോഗ്രാമിംഗ്, അത് റിലേറ്റഡ് ആയിരിക്കും, അത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ഉണ്ട്. ആ 2 വീഡിയോയും പഠിച്ചാൽ തന്നെ നമുക്ക് പ്രോബ്ലം സോൾവിങ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ആവും. ഈ വീഡിയോയിൽ പ്രോബ്ലം സോൾവിങ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ റിവിഷൻ പോലെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ CS ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. non-CS സ്റ്റുഡൻസ് ആണെങ്കിൽ വേറെ 2 വീഡിയോ പഠിച്ചിട്ട് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ 2 വീഡിയോ മാത്രം പഠിച്ചാൽ മതി. ഇത് CS സ്റ്റുഡൻസിന് മാത്രമാണ്. ആൻഡ് ഇത് നോക്കിയിട്ട് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സും കൂടി നോക്കി വയ്ക്കണം. ഫസ്റ്റ് പ്രോബ്ലം സോൾവിങ് എന്താണെന്ന് അറിയണം. നമ്മൾ നോർമലി ഒരു റിയൽ വേൾഡിൽ ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലം എന്താണ് എന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊണ്ടുവരത്തില്ലേ, അതേ പ്രോസസ്സാണ്. ബട്ട് നമ്മൾ ഇവിടെ കമ്പ്യൂട്ടറിൽ ചെയ്യും. അതാണ് പ്രോബ്ലം സോൾവിങ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അതാണ് പ്രോബ്ലം സോൾവിങ്. ഇതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ള പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം പ്രോബ്ലം എന്താണെന്ന്. സെക്കൻഡ്, അനലൈസ് ചെയ്യണം, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് അതിനെ അനലൈസ് ചെയ്യണം. തേർഡ് വൺ, അതിന് അൽഗോരിതം എഴുതണം. അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലത്തിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കുറേ ലാംഗ്വേജസ് ഉണ്ട്, അല്ല നമുക്ക് ആവശ്യമുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് വെച്ചിട്ട് ചെയ്യാം. ഏത് ലാംഗ്വേജ് ആയാലും നമ്മൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്, അതിലുള്ള സ്റ്റെപ്സ് എന്താണ്, അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നതാണ് അൽഗോരിതം. അൽഗോരിതം എഴുതിയതിന് ശേഷം ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ഫ്ലോ ചാർട്ട് ഇസ് നത്തിങ് ബട്ട് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിനെ നമ്മൾ പിക്ടോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട്. ഇപ്പോൾ ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ടെസ്റ്റിംഗ്, അപ്ഡേഷൻ, മെയിൻ്റനൻസ്, ഇങ്ങനെ പോവും. ഇതാണ് പ്രോബ്ലം സോൾവിങ്. ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന സ്റ്റെപ്സ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, അനലൈസിങ് ദ പ്രോബ്ലം, ഡിസൈനിങ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, റൈറ്റിംഗ് കോഡ്, ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ്, അപ്ഡേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഒരു പ്രോബ്ലം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ദെൻ അതിനെ അനലൈസ് ചെയ്യണം, അതിന് സൊല്യൂഷൻസ് ഉണ്ടോ, എങ്ങനെ സൊല്യൂഷൻ കൊണ്ടുവരാം എന്ന് അനലൈസ് ചെയ്യണം. തേർഡ് വൺ, അതിന് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഡിസൈൻ ചെയ്യണം. പിന്നെ അതിനെ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ വെച്ചിട്ട് ചെയ്യത്തില്ലേ, സി പ്രോഗ്രാമിംഗ്, അതൊക്കെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാംഗ്വേജസ് ഒക്കെ വെച്ചിട്ട് കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ അതിനെ കോഡായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യണം, ഡീബഗ് ചെയ്യണം. പിന്നെ അത് അപ്ഡേറ്റ്, മെയിൻ്റനൻസ്, നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ആവുന്നത് ബേസ് ചെയ്തിട്ട് നമുക്കതിനെ അപ്ഡേഷനും ചെയ്യാം, മെയിൻ്റനൻസും ചെയ്യാം. ഇനി ഇതിലുള്ള ടോപ്പിക്കാണ് അൽഗോരിതം. അൽഗോരിതം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതുന്നതാണ് അൽഗോരിതം. Algorithm is a finite set of well-defined instructions or steps written in a specific sequence to solve a particular problem or a particular task. ഇനി ഇത് നമ്മൾ നോർമൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. ഇത് ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ഇതാണെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് ആണെങ്കിൽ ഫ്ലോ ചാർട്ടിലുള്ള ഓരോ സ്റ്റെപ്സും അൺആംബിഷ്യസ് ആയിരിക്കണം, മീനിങ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മളൊരു സൊല്യൂഷൻ എഴുതിയിട്ട് അതിനെ പ്രോഗ്രാം വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അതൊരു നല്ല അൽഗോരിതം അല്ല. അപ്പോൾ അൽഗോരിതത്തിലുള്ള ഓരോ സ്റ്റെപ്സും നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ ഓർഡേർഡ് ആയിരിക്കണം. നമ്മൾ എങ്ങനെയാണോ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഓർഡറിൽ തന്നെ വേണം നമ്മൾ അൽഗോരിതം എഴുതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്.
അൽഗോറിതമാണ് ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇനി ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 നമ്പേഴ്സിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ നോർമലി കമ്പ്യൂട്ടർ അല്ലാതെ ചെയ്യണമെങ്കിൽ 2 നമ്പർ എടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2ഉം 7ഉം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പറയാം 7 ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന്. പക്ഷേ ഇത് കമ്പ്യൂട്ടർ വെച്ചിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇവിടെയുള്ള പ്രോബ്ലം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെടുക്കാം, നമുക്ക് 2 നമ്പേഴ്സ് ഫസ്റ്റ് ഇൻപുട്ട് എടുക്കണം. അതിനെ എ ബി അങ്ങനെ 2 വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ആക്കുന്നു. ഫ്രം ദ യൂസർ നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു. ആ 2 നമ്പേഴ്സിനെയും എ ആൻഡ് ബിയിൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഏതാണ് ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കാൻ. അതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ട്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ട്രൂ ആണെങ്കിൽ നമുക്ക് എ ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ. അത് ഫോൾസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി ഗ്രേറ്റസ്റ്റ് നമ്പർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 2 and 7 ആണ്. അപ്പോൾ 2 എയിൽ സ്റ്റോർ ആവും, 7 ബിയിൽ സ്റ്റോർ ആവും. ഫസ്റ്റ് നമ്മൾ 2 ഗ്രേറ്റർ ദാൻ 7 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി, അതാണ് 2 ഗ്രേറ്റർ ദാൻ 7. ഇത് ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 7 ഇസ് ദ ലാർജസ്റ്റ് എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൽ എഴുതിയേക്കുന്നത്. ഏതൊരു അൽഗോരിതം എടുത്താലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടായിരിക്കണം, ലാസ്റ്റ് സ്റ്റെപ്പ് എൻഡ് ആയിരിക്കണം. അപ്പോൾ ഈ അൽഗോരിതത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ 2 നമ്പേഴ്സ് ഇൻപുട്ട് എടുത്തു, നമ്പേഴ്സ് എ ആൻഡ് ബി. ആ നമ്പേഴ്സിനെ എ ആൻഡ് ബിയിൽ സ്റ്റോർ ചെയ്തു. ഇനി അടുത്തതാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ പ്രിൻറ്റ് എ ഈസ് ഗ്രേറ്റർ എന്ന് കൊടുത്തു. പിന്നെ ഫോർത്ത് സ്റ്റെപ്പിൽ എൽസ് ആണ്. ഇത് ഫോൾസ് ആണെങ്കിൽ ബി ഈസ് ഗ്രേറ്റർ എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. പിന്നെ സ്റ്റെപ്പ് 5 എൻഡ് ചെയ്തു. ഇതാണ് ഒരു സിമ്പിൾ അൽഗോരിതം. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയ അൽഗോരിതത്തിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ കുറച്ച് സിമ്പിൾസ് ഉണ്ട്, അത് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് സിമ്പിളാണ് ഓവൽ സിമ്പിൾ. ഓവൽ സിമ്പിൾ ഒരു അൽഗോരിതം ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. അത് ഓവൽ ഷേപ്പ്. സെക്കൻഡ് വൺ ആണ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനെയാണ് ഈ റെക്റ്റാങ്കിൾ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ആരോ മാർക്ക്. ആരോ മാർക്ക് ഒരു 2 സ്റ്റെപ്പ് തമ്മിലുള്ള ഫ്ലോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡയമണ്ട് ഷേപ്പ് ഉണ്ട്. ഡയമണ്ട് ഷേപ്പ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷനെയാണ് ഈ ഡയമണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയമണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ കാണും. അത് ട്രൂ ആണെങ്കിൽ 1 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവും, ഫോൾസ് ആണെങ്കിൽ വേറൊരു സൈഡ് പോവും. ഇതാണ് ഡയമണ്ട് ഷേപ്പ്. പിന്നെ ഉള്ളത് പാരലോഗ്രാം. അത് ഇങ്ങനെയായിരിക്കും. ഈ പാരലോഗ്രാം ഇൻപുട്ട് എടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു 5 ആണ് ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള സിമ്പിൾസ്. ഇനിയും കുറേ ഉണ്ട്, ബട്ട് നമുക്ക് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇനി കുറേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ChatGPT ഒക്കെ റെഫർ ചെയ്താൽ കിട്ടും. അപ്പോൾ ഓവൽ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിനെയും എൻഡിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനെയാണ് ഈ റെക്റ്റാങ്കിൾ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത്. ആരോ ആണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് തമ്മിലുള്ള ആ ഒരു ഫ്ലോ ആണ് ആരോ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ പാരലോഗ്രാം ആണെങ്കിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിലൊരു ഫ്ലോ ചാർട്ടിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഒരു നമ്പർ ഓഡാണെങ്കിൽ നമ്മളതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. ഈവൻ ആണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് സിമ്പിൾ ഓവൽ ഷേപ്പാണ്. അപ്പോൾ ഓവൽ ഷേപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പാരലോഗ്രാം യൂസ് ചെയ്തേക്കുന്നത്. പാരലോഗ്രാം നമ്മൾ ഇൻപുട്ട് എടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ ഇൻപുട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത് ഈ ഡയമണ്ട് ഷേപ്പിൽ. ഇഫ് നമ്പർ മോഡ് 2 = 0, നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണോ എന്ന് നോക്കുന്നു. ട്രൂ ആണെങ്കിൽ പ്രിൻറ്റ് ദ നമ്പർ ഈസ് ഈവൻ. ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും, നമ്പർ ഈസ് ഈവൻ എന്ന് പ്രിൻ്റ് ആവും. അത് ഫോൾസ് ആണെങ്കിൽ ദ നമ്പർ ഈസ് ഓഡ് എന്ന് പ്രിൻ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യണം. എവിടെ എൻഡ് ചെയ്തു, ഇതും ലാസ്റ്റ് എൻഡ് ചെയ്യണം. ഇങ്ങനെ ഒരു കണക്ഷനും കൂടി വേണം. ഇതാണ് ഒരു സിമ്പിൾ ഫ്ലോ ചാർട്ടിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മളതിനെ കമ്പ്യൂട്ടറിലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലോട്ട്
കൊടുക്കണം, എന്നാലേ കമ്പ്യൂട്ടറിന് അത് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈക്ക് നമ്മൾ നോർമലി ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് പോലെ തന്നെ കമ്പ്യൂട്ടറിനോട് ഹ്യൂമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലാംഗ്വേജസ് ഉണ്ട്. അതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഈ ലാംഗ്വേജസിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമ്മൾ 2 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഇങ്ങനെ 2 ടൈപ്സിലാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നോർമൽ ഇംഗ്ലീഷിലുള്ള ലാംഗ്വേജസ് ആയിരിക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസാണ്, ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസാണ് സി, ജാവ, പൈത്തൺ. ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ എക്സാമ്പിളാണ്. ഇനി ലോ ലെവൽ ലാംഗ്വേജിന് വരുമ്പോൾ ഈ ലോ ലെവൽ ലാംഗ്വേജിനെ എഗെയിൻ നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അസംബ്ലി ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് ആൻഡ് മെഷീൻ ലാംഗ്വേജ് ഇങ്ങനെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. ഈ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫുള്ളി ഇംഗ്ലീഷ് ആയിരിക്കത്തില്ല, മെഷീന് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് ആയിരിക്കും. ഇതാണ് 2 ടൈപ്പ് ഉള്ളത്. ഇത് ഹ്യൂമൻസിനെ പഠിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഇനി ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, ആൻഡ് ഇത് ഹൈ ലെവലിനും താഴെയുള്ള ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇനി അടുത്തുള്ളതാണ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ അതിൽ ഫുള്ളും സീറോസും വൺസും മാത്രമേ കാണത്തുള്ളൂ. അത് മാത്രം വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടേഴ്സിനൊക്കെ മനസ്സിലാവാൻ പറ്റുന്ന ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ, അതാണ് മെഷീൻ ലാംഗ്വേജ്. ദറ്റ് ഈസ് സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടുള്ള ലാംഗ്വേജ്. ഇത് മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ എന്ത് ലാംഗ്വേജ് യൂസ് ചെയ്താലും നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, എന്നാലേ അതിന് മെഷീന് ആ ലാംഗ്വേജസിനെ റീഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലൈക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ഒരു ലാംഗ്വേജിലാണ് ആരെങ്കിലും സംസാരിക്കുന്നതെങ്കിൽ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. മെസ്സേജ് ആണെങ്കിൽ ഗൂഗിളിലൊക്കെ കുറേ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അല്ല ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മൾ കൂടെ കൂട്ടിക്കൊണ്ട് പോകും. അതേപോലെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും. മെഷീന് അറിയാവുന്ന ഒരു ലാംഗ്വേജേ ഉള്ളൂ മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഈ ഹൈ ലെവൽ അസംബ്ലി ലാംഗ്വേജൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൊടുക്കണം, എന്നാലേ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവത്തുള്ളൂ. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേറ്റേഴ്സാണ് ഈ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സാണ് കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ ആൻഡ് അസംബ്ലർ. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ കമ്പൈലർ എന്ന് പറയുന്നത്, ട്രാൻസ്ലേറ്റർ യൂഷ്വലി ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒരു ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. അതിൽ കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ, അസംബ്ലർ എല്ലാം ഉണ്ട്. ഈ കമ്പൈലറും ഇൻ്റർപ്രിറ്ററും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈലറും ഇൻ്റർപ്രിറ്ററും യൂസ് ചെയ്യുന്നത്. ഇത് ബേസ് ചെയ്തിട്ട് പ്രീവിയസ് പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 24 അല്ല 23 or 22 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പൈലറിനും ഇൻ്റർപ്രിറ്ററിനും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പൈലർ ഫുൾ കോഡും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കൺവേർട്ട് ചെയ്യും. കമ്പൈലർ എല്ലാം തന്നെ ഒരു സ്റ്റെപ്പിൽ കൺവേർട്ട് ചെയ്യും ടു മെഷീൻ ലാംഗ്വേജ്. ഇൻ്റർപ്രിറ്റർ ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺവേർട്ട് ചെയ്യും. ഇൻ്റർപ്രിറ്റർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബട്ട് കമ്പൈലർ അങ്ങനെയല്ല. കമ്പൈലർ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാത്തിനെയും ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് കമ്പൈലറിനും ഇൻ്റർപ്രിറ്ററിനും ഉള്ള ഡിഫറൻസ്. ഇനിയുള്ളത് അസംബ്ലർ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലാണ് യൂസ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്ലേറ്റേഴ്സ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 3 ടൈപ്സ് ഉണ്ട്: കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ ആൻഡ് അസംബ്ലർ. കമ്പൈലറും ഇൻ്റർപ്രിറ്ററും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ കമ്പൈലർ എന്ന് പറയുമ്പോൾ അത് ഒറ്റ സ്റ്റെപ്പിൽ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യും. ഇൻ്റർപ്രിറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് സി പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആണ്. ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ആൻഡ് ഇതെല്ലാം സി പ്രോഗ്രാമിംഗ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സി പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് വരുന്നത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് math.h, പിന്നെ ഹാഷ് ഡിഫൈൻ. ഇതൊക്കെയാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഹാഷ് കൊടുത്തിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h ആണെങ്കിൽ നമ്മൾ ഈ stdio ആ ഒരു ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഗ്ലോബൽ ഡിക്ലറേഷൻസ്. എല്ലാ പ്രോഗ്രാമിലും ഗ്ലോബൽ വേരിയബിൾസ് ഓർ ഗ്ലോബൽ ഡിക്ലറേഷൻസ് വേണമെന്നില്ല. ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ സെക്കൻഡായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ വരും. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ലോക്കൽ ഡിക്ലറേഷൻസ്, പിന്നെ അതിൻ്റെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കാണും. അത് കഴിഞ്ഞിട്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇതാണ് ഒരു സി പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രക്ചർ. ഇതിനെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് പറയണമെങ്കിൽ ഇതിലുള്ള ഫസ്റ്റ് ഒരു സി പ്രോഗ്രാമിംഗ് എടുക്കുമ്പോൾ അതിലുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ്. പിന്നെ സെക്കൻഡ് വൺ ലിങ്ക് സെക്ഷൻ, തേർഡ് വൺ ഡെഫിനിഷൻ സെക്ഷൻ, ആൻഡ് ഫോർത്ത് വൺ ഗ്ലോബൽ ഡിക്ലറേഷൻ, ഫിഫ്ത്ത് വൺ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് അതിലുള്ള വേരിയബിൾ ഡിക്ലറേഷൻ അതൊക്കെ കാണും. പിന്നെ എക്സിക്യൂട്ടബിൾ പാർട്ട് കാണും. ദെൻ അത് കഴിഞ്ഞിട്ട് സബ് പ്രോഗ്രാം, വേറെ എന്തെങ്കിലും ലൈക്ക് വേറെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇതാണ് ഒരു സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. ഇതിൽ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിലാണെങ്കിൽ നമ്മൾ കമാൻഡ് ലൈൻസ് ആണ് കൊടുക്കുന്നത്. കമാൻഡ് ലൈൻസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം, അതിൻ്റെ ഓത്തറിൻ്റെ നെയിം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ കൊടുക്കുന്നത്. ആൻഡ് ഇത് കമാൻഡ് ലൈൻ ഫോർമാറ്റിലായിരിക്കും നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത്. സെക്കൻഡ് വൺ ആണ് ലിങ്ക് സെക്ഷൻ. ലിങ്ക് സെക്ഷനിൽ നമ്മൾ ആക്ച്വലി ഈ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ലൈബ്രറി ഫങ്ഷൻസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് കൊടുക്കുന്നത്. അതാണ് ലിങ്ക് സെക്ഷൻ. പിന്നെ തേർഡ് വൺ ഡെഫിനിഷൻ സെക്ഷൻ. ഇതിൽ നമ്മൾ കോൺസ്റ്റൻസ് എല്ലാം, സിംബോളിക് കോൺസ്റ്റൻസ് എല്ലാം ഈ ഡെഫിനിഷൻ സെക്ഷനിൽ ഡിഫൈൻ ചെയ്യും. ദെൻ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. ഇതിൽ നമ്മൾ ഗ്ലോബൽ വേരിയബിൾസിനെയൊക്കെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. വേരിയബിൾസിനെ നമ്മൾ 2 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഗ്ലോബൽ വേരിയബിൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലോക്കൽ വേരിയബിൾ. ഇങ്ങനെ ഒരു വേരിയബിളിനെ നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ഗ്ലോബൽ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ, ആ ഒരു പ്രോഗ്രാമിലുള്ള എല്ലാ ഫങ്ഷൻസിലും തന്നെ ഈ ഒരു വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ലോക്കൽ വേരിയബിൾ എടുക്കുകയാണെങ്കിൽ ലോക്കൽ വേരിയബിൾ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷനിലാണോ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അതിൽ മാത്രമേ നമുക്ക് ഈ ലോക്കൽ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഗ്ലോബൽ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യും. മെയിൻ ഫംഗ്ഷൻ്റെയൊക്കെ മുകളിൽ തന്നെ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലുള്ള എല്ലാ ഫംഗ്ഷൻസിലും തന്നെ ഈ ഗ്ലോബൽ വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ എല്ലാ ഫംഗ്ഷൻസിലും നമുക്ക് ആവശ്യം വരുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഈ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വേരിയബിൾസ് മാത്രമല്ല ഡിക്ലെയർ ചെയ്യുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യും. പിന്നെ ഉള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. എല്ലാ സി പ്രോഗ്രാമും അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെയിൻ ഫംഗ്ഷനിലായിരിക്കും. അപ്പോൾ ഒരു സി പ്രോഗ്രാമിംഗ് എടുക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ഫംഗ്ഷൻ മസ്റ്റായിട്ട് വേണം. ബിക്കോസ് ഇവിടെ നിന്നാണ് നമ്മളുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവുന്നത്. ആൻഡ് ഈ മെയിൻ ഫംഗ്ഷനിൽ തന്നെ 2 പാർട്സാണ് ഉള്ളത്. മെയിൻ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 2 പാർട്സാണ് ഉള്ളത്. ഒന്ന് ഡിക്ലറേഷൻ പാർട്ട്, പിന്നെ ഒന്ന് എക്സിക്യൂട്ടബിൾ പാർട്ട്. ഈ ഡിക്ലറേഷൻ പാർട്ടിൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് അതിനെയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വയ്ക്കും. ഇനി എക്സിക്യൂട്ടബിൾ പാർട്ടിലാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊക്കെ കൊടുക്കുന്നത് എക്സിക്യൂട്ടബിൾ പാർട്ടിലാണ്. ആൻഡ് ഈ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും വേണം. ആൻഡ് ഈ 2 പാർട്സും, ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന 2 പാർട്സും, എക്സിക്യൂട്ടബിൾ പാർട്ടും ഡിക്ലറേഷൻ പാർട്ടും, ഇത് രണ്ടും നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ഇനിയുള്ളതാണ് സബ് പ്രോഗ്രാം സെക്ഷൻ. ഇതിൽ നമ്മളുടെ പ്രോഗ്രാമിന് ആവശ്യമുള്ള യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെയൊക്കെയാണ് കൊടുക്കുന്നത്. ആൻഡ് ഇതിന് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ഈ മെയിൻ ഫംഗ്ഷനിൽ വെച്ച് തന്നെ കോൾ ചെയ്യണം. എന്നാലേ നമുക്ക് ഇതിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇതെല്ലാം നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ താഴെയാണ് കൊടുക്കുന്നത്. ദെൻ സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ്, എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന 3 ടൈപ്സ് ഉണ്ട്. അത് എന്താണെന്ന് നോക്കാം. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കോമ്പോണൻ്റ് ആണ്. ആൻഡ് ഇത് പ്രോഗ്രാമറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് ഹ്യൂമൻസിന് ഈസിലി റീഡ് ചെയ്യാനും പറ്റും.
അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. ആൻഡ് ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് വെച്ചിട്ടാണ് എഴുതുന്നത്. ആൻഡ് നമുക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂൾ ഓർ IDE ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സോഴ്സ് കോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ C പ്രോഗ്രാമിങ്ങിൽ തന്നെ എനിക്ക് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. അതിനുള്ള സോഴ്സ് കോഡാണ് #include stdio.h. അത് പിന്നെ മെയിൻ ഫങ്ഷൻ o_in_main, അതിൻ്റെ അകത്ത് int a,b or a = 5 b = 6 എന്ന് കൊടുക്കാം. ആൻഡ് int s = a + b print s. ഇത് ഒരു സോഴ്സ് കോഡാണ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റിലുള്ള പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഒബ്ജക്റ്റ് കോഡാണ്. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് കമ്പൈലറിൻ്റെ ഔട്ട്പുട്ടാണ്. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എ കമ്പൈലർ ആഫ്റ്റർ ഇറ്റ് പ്രോസസ്സസ് ദ സോഴ്സ് കോഡ്. നമ്മൾ സോഴ്സ് കോഡ് പ്രോസസ്സ് ചെയ്തെടുത്തതിന് ശേഷം കമ്പൈലറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഒബ്ജക്റ്റ് കോഡ്. ഒബ്ജക്റ്റ് കോഡ് യൂഷ്വലി മെഷീൻ കോഡായിരിക്കും. CPU-നൊക്കെ ഇതിനെ ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് കമ്പൈലർ ആഫ്റ്റർ ഇറ്റ് പ്രോസസ്സസ് ദ സോഴ്സ് കോഡ്. ദെൻ നെക്സ്റ്റ് ആണ് എക്സിക്യൂട്ടബിൾ ഫയൽ. എക്സിക്യൂട്ടബിൾ ഫയലിനെ നമ്മൾ ബൈനറി ഫയൽ എന്നും പറയും. ഇത് ആക്ച്വലി ലിങ്കറിൻ്റെ ഔട്ട്പുട്ടാണ്. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എ ലിങ്കർ ആഫ്റ്റർ ഇറ്റ് പ്രോസസ്സസ് ദി ഒബ്ജക്റ്റ് കോഡ്. ഒബ്ജക്റ്റ് കോഡ് പ്രോസസ്സ് ചെയ്തെടുത്തതിന് ശേഷം ലിങ്കറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എക്സിക്യൂട്ടബിൾ ഫയൽ. ഇതൊരു മെഷീൻ കോഡാണ്. ആൻഡ് ഇതിന് നമ്മൾ ഇമീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. ആൻഡ് ഇറ്റ് മൈറ്റ് റിക്വയർ ലിങ്കിങ് വിത്ത് അതർ ഒബ്ജക്റ്റ് കോഡ് ഫയൽസ് ടു പ്രൊഡ്യൂസ് എ കംപ്ലീറ്റ് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം. നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറെ കുറേ ലൈബ്രറി ഫങ്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കാണും. അപ്പോൾ അതെല്ലാം തന്നെ ഇതിൽ ലിങ്ക് ചെയ്യണം ബിഫോർ എക്സിക്യൂഷൻ. അത് ചെയ്താലേ നമുക്ക് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഡേറ്റ ടൈപ്സ് ആണ്. നമ്മളുടെ C പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നീഡ് അനുസരിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡേറ്റ ടൈപ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: പ്രൈമറി, ഡിറൈവ്ഡ് ആൻഡ് യൂസർ ഡിഫൈൻഡ്. ഇങ്ങനെ ഡേറ്റ ടൈപ്സ് 3 ടൈപ്സ് ആയിട്ടാണ് ഉള്ളത്. പ്രൈമറി ഡേറ്റ ടൈപ്പിൽ വരുന്നതാണ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ ഇതൊക്കെ. ഡിറൈവ്ഡിലാണ് അറേ, പോയിൻറ്റേഴ്സ് ഇതൊക്കെ വരുന്നത്. ദെൻ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ഉണ്ട്, സ്ട്രക്ചർ, യൂണിയൻ ഇതൊക്കെ. ഇനി ഫസ്റ്റ് വൺ ആണ് ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. ഇൻറ്റീജർ മീനിങ് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സൊക്കെയാണ് നമ്മൾ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് ലിമിറ്റ് ഉണ്ട്. ഇൻറ്റീജറിൽ നമുക്ക് -32,768 തൊട്ട് +32,768 വരെയുള്ള നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോങ് അതൊക്കെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ ക്ലാസ്സസ് ഓഫ് ഇൻറ്റീജർ ആണ്, 3 ക്ലാസ്സസ് ഓഫ് ഇൻറ്റീജർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണെങ്കിൽ ഷോർട്ട് ഇൻറ്റ്, സെക്കൻഡ് വൺ നോർമൽ ഇൻറ്റ്, തേർഡ് വൺ ലോങ് ഇൻറ്റ്. ഇങ്ങനെ 3 ക്ലാസ്സസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഫ്ലോട്ടിംഗ് ഡേറ്റ ടൈപ്പ്. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സാണ് ഈ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്ലോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് 32 ബിറ്റ്സ് ഉള്ള ഡേറ്റാസെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് വിത്ത് 6 ഡിജിറ്റ്സ് ഓഫ് പ്രിസിഷൻ. മീനിങ് 6 ഡെസിമൽ പോയിൻറ്റ്സ് വരെ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഫ്ലോട്ട്. ഇനിയുള്ളതാണ് ഡബിൾ ഡേറ്റ ടൈപ്പ്. ഡബിൾ നമ്മൾ ഫ്ലോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 64 ബിറ്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വിത്ത് പ്രിസിഷൻ ഓഫ് 14 ഡിജിറ്റ്സ് വരെ നമുക്ക് ഡെസിമൽ പോയിൻറ്റും കൊടുക്കാൻ പറ്റും. ഇനിയുള്ളത് ക്യാരക്ടർ ഡേറ്റ ടൈപ്പാണ്. നമുക്കിതിൽ സിംഗിൾ ക്യാരക്ടറിനെയും കൊടുക്കാം, സ്ട്രിങ്സ് ഓഫ് ക്യാരക്ടേഴ്സിനെയും കൊടുക്കാൻ പറ്റും. സിംഗിൾ ക്യാരക്ടർ ആണെങ്കിൽ ക്യാർ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് ക്യാർ യൂഷ്വലി 8 ബിറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. 1 ബൈറ്റാണ് ക്യാരക്ടറിന് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജിൽ അലോക്കേറ്റ് ആയി കിട്ടുന്നത്. ദെൻ വോയിഡ് ടൈപ്പും ഉണ്ട്. വോയിഡ് മീൻസ് അതിൽ വാല്യൂസ് ഒന്നുമില്ല, ഹാസ് നോ വാല്യൂസ്. ഇനി ഇതിൽ ഡേറ്റ ടൈപ്സിൻ്റെ റേഞ്ചസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കണം. ക്യാർ ആണെങ്കിൽ അതിൻ്റെ സൈസ് 8 ബിറ്റാണ്. സൈൻഡ് ആണെങ്കിൽ 8 ബിറ്റ്സ് ആണ്. -128 to +127 വരെ നമുക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അൺസൈൻഡ് ക്യാർ ആണെങ്കിൽ 8 ബിറ്റാണ് അതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ റേഞ്ച് 0 to 255. ഇനി ഇൻറ്റ് ഓർ സൈൻഡ് ഇൻറ്റ് ആണെങ്കിൽ 16 ബിറ്റ്സ്. അതിൻ്റെ റേഞ്ചാണ് -32,768 to +32,767. ഷോർട്ട് ഇൻറ്റ് അല്ലെങ്കിൽ സൈൻഡ് ഷോർട്ട് ഇൻറ്റ് ആണെങ്കിൽ അതിൻ്റെ സൈസ് 8 ബിറ്റാണ്. അതിൻ്റെ റേഞ്ച് -128 to
127. ഇനി അൺസൈൻഡ് ഷോർട്ട് ഇൻഡ് ആണെങ്കിൽ അതിൻ്റെ സൈസ് 8 ബിറ്റാണ് ആൻഡ് അതിൻ്റെ റേഞ്ച് 0 to 255. പിന്നെ അൺസൈൻഡ് ലോങ് ഇൻഡ് ആണെങ്കിൽ അതിൻ്റെ സൈസ് 32, അതിൻ്റെ റേഞ്ച് 0 to 4294 967 ഇതാണ് അതിൻ്റെ റേഞ്ച്. ഇനി ഫ്ലോട്ട് ആണെങ്കിൽ സൈസ് 32 ബിറ്റ്സ് ആണ്, അതിൻ്റെ റേഞ്ച് 0.4e -38 to 0.48 plus 38. ദെൻ ഡബിൾ ആണെങ്കിൽ സൈസ് 64 1.7e -308 to 1.7e plus 308. ലോങ് ഡബിൾ ആണെങ്കിൽ അതിൻ്റെ സൈസ് 80 ബിറ്റാണ്, റേഞ്ച് 3.4e -4932 to 1.1e plus 4932. നെക്സ്റ്റ് ഉള്ള കോൺസെപ്റ്റാണ് വേരിയബിൾസ് ആക്ച്വലി ഡേറ്റ നെയിമാണ്. അത് നമ്മൾ ഒരു ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോൺസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് ആവത്തില്ല. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എപ്പോഴും അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവത്തില്ല. ബട്ട് വേരിയബിൾ അങ്ങനെയല്ല, ഇറ്റ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. പിന്നെ ഈ വേരിയബിൾ നെയിം ആണെങ്കിൽ യൂസറിന് സെലക്ട് ചെയ്യാൻ പറ്റും. നെയിം ക്യാൻ ബി ചൂസൺ ബൈ ദ പ്രോഗ്രാമർ ഇൻ എ മീനിങ് വേ. പിന്നെ ഈ വേരിയബിളിന് ഒരു നെയിം കൊടുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് റൂളാണ്, ഒരു വേരിയബിൾ നെയിം എപ്പോഴും ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ലെറ്റർ ആണെങ്കിൽ A to Z ഉണ്ട്, ക്യാപിറ്റൽ A to Z, സ്മോൾ ലെറ്റർ A to Z, പിന്നെ അണ്ടർസ്കോർ. ഇത് വെച്ച് മാത്രമേ ഒരു വേരിയബിളിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നോർമലി ഒരു വേരിയബിളിൻ്റെ ലെങ്ത് 8 ക്യാരക്ടേഴ്സിൻ്റെ കൂടുതൽ ആയിരിക്കാൻ പാടില്ല. ആൻഡ് ആൻസി സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിൽ 31 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ഇത് രണ്ടും സെയിം അല്ല, ഈസ് നോട്ട് സെയിം ആസ് ടോട്ടൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എന്ന് കൊടുക്കുന്ന ഒരു ഡേറ്റയ്ക്ക് ക്യാപിറ്റൽ ലെറ്റർ N, സ്മോൾ ലെറ്റർ UM എന്ന് കൊടുക്കുന്നതും സ്മോൾ ലെറ്റർ NUM എന്ന് കൊടുക്കുന്നതും സെയിം അല്ല, രണ്ട് മീനിങ് ആണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ഇസ് കേസ് സെൻസിറ്റീവ്. ആൻഡ് നമ്മൾ ഒരു വേരിയബിളിൻ്റെ നെയിം കൊടുക്കുമ്പോൾ അത് കീവേഡ് ആയിരിക്കാൻ പാടില്ല. കീവേഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരു സർട്ടിൻ മീനിങ് കാണും, അത് ഓൾറെഡി റിസർവ്ഡ് ആയിരിക്കും, അത് കൊടുക്കാൻ പാടില്ല. പിന്നെ നെയിമിൻ്റെ ഇടയ്ക്ക് സ്പേസ് വരാൻ പാടില്ല. ഇതൊക്കെയാണ് വേരിയബിളിൽ വരുന്ന കുറച്ച് റൂൾസ്. ഇനി ഇതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സിൻടാക്സ് പറയാം. ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം. ഡേറ്റ ടൈപ്പ് നമ്മൾ കുറേ പഠിച്ചു, ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, ഇതൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡേറ്റ ടൈപ്പ്, ഞാൻ ഇപ്പോൾ ഇൻറ്റീജർ ടൈപ്പാണ് കൊടുക്കുന്നത്. ഇൻറ്റീജർ ടൈപ്പ്, അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ആണ് കൊടുക്കുന്നത്, സെമിക്കോളൻ. ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ഇൻ C പ്രോഗ്രാമിംഗ്. ഇതിൽ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് ഏജ് സെമിക്കോളൻ, ഫ്ലോട്ട് പ്രൈസ് സെമിക്കോളൻ, പിന്നെ ക്യാർ ഗ്രേഡ് സെമിക്കോളൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. പിന്നെ ഇനി ഇതിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ചെയ്യാം. ആദ്യം ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് പറയാം. ഇൻറ്റ് A = 5 ഇങ്ങനെ കൊടുത്താൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എന്നാണ് മീനിങ്. സ്റ്റാർട്ടിങ് ഇൻറ്റ് A എന്ന് മാത്രം കൊടുത്തിട്ട് വേറെ പ്രോഗ്രാമിങ്ങിൽ എവിടെയെങ്കിലും വെച്ചിട്ട് A = 25 ഇങ്ങനെയും നമുക്ക് കൊടുത്ത് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇനി വേരിയബിൾസ് 4 ടൈപ്സ് ആണുള്ളത്. ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ, സ്റ്റാറ്റിക് ആൻഡ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് 4 ടൈപ്സ് ഉണ്ട്. ലോക്കൽ ആണെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കുന്നതാണ് ലോക്കൽ വേരിയബിൾ, ആൻഡ് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്ലോബൽ ആണെങ്കിൽ എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യും, ആൻഡ് എല്ലാ ഫംഗ്ഷനിലും നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ആണെങ്കിൽ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ആവത്തില്ല, അതിൻ്റെ വാല്യൂസ് സ്റ്റാറ്റിക് ആയിരിക്കും. ഇറ്റ് റിട്ടൈൻസ് വാല്യൂ ബിറ്റ്വീൻ ഫംഗ്ഷൻ കോൾസ്. പിന്നെ എക്സ്റ്റേൺ ഉണ്ട്. എക്സ്റ്റേൺ മീനിങ് ഡിക്ലെയർഡ് ഇൻ വൺ ഫയൽ ആൻഡ് യൂസ്ഡ് ഇൻ അനദർ. ഒരു ഫയൽ നമ്മൾ ഡിക്ലെയർ ചെയ്യും, അതിനെ വേറൊരു ഫയലിൽ യൂസ് ചെയ്യും, അതാണ് എക്സ്റ്റേൺ. ദെൻ കോൺസ്റ്റൻസ് ഉണ്ട്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യത്തില്ല. വൺസ് നമ്മളതിനെ ഡിഫൈൻ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 10 - 25 ഇതൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 3.14 അങ്ങനെ ഡെസിമലിൽ വരുന്നത് എടുക്കാം. ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സിംഗിൾ ക്യാരക്ടർ എടുക്കാം. ആൻഡ് സ്ട്രിങ് ആണെങ്കിൽ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമുക്ക് എന്തൊട്ട് കൊടുക്കാൻ പറ്റും. ഇനി കീവേഡ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ് എന്ന 2 തിങ്സ് ഉണ്ട്. ഇതും ഐ തിങ്ക് പ്രീവിയസ് ഇയറിൽ ഏതോ ഒരു പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്.
കീവേഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫിക്സഡ് മീനിങ് കാണും. നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറച്ച് വേർഡ്സിനെ റിസർച്ച് ചെയ്ത് വെച്ച് കാണും. അതാണ് കീവേഡ്സ്. അതിൻ്റെ മീനിങ്സ് നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കീവേഡ്സ് സെർവ് ആസ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓർ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാ കീവേഡ്സും നമ്മൾ ലോവർ കേസിലാണ് എഴുതുന്നത്. ഐ തിങ്ക് നമുക്ക് സിയിൽ മാത്രം ടോട്ടൽ 32 കീവേഡ്സ് ഉണ്ട്. ഇനി ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമർ ഒരു വേരിയബിളിനും ഫംഗ്ഷനും ഇതിനൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പേരാണ് ഐഡൻറ്റിഫയർ. Identifiers refers to the names of variables, functions and arrays. These are user defined names. ഇനി ഈ ഐഡൻറ്റിഫയർ കൊടുക്കുന്നതിന് നമുക്ക് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും ആൽഫബറ്റ് ആയിരിക്കണം. A to Z, ക്യാപിറ്റൽ A to Z ആവാം, സ്മോൾ ലെറ്റർ A to Z ആവാം, ആൻഡ് അണ്ടർസ്കോർ ആവാം. ആൽഫബറ്റ്സ് ഓർ അണ്ടർസ്കോർസ് ഇതായിരിക്കണം അതിൽ വരുന്ന ഫസ്റ്റ് ക്യാരക്ടർ. ഇനി അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാൻ പറ്റും, ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, പിന്നെ അണ്ടർസ്കോർ. ഇതൊക്കെ ഐഡൻറ്റിഫയറിൻ്റെ നെയിമിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഓൺലി ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇതിൽ നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് വെച്ച് കൊടുത്താലും സ്റ്റാർട്ടിംഗ് ഉള്ള 31 ക്യാരക്ടേഴ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. ആൻഡ് നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് ഒരു കീവേഡിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഒരു ഐഡൻറ്റിഫയറിൽ സ്പേസ് വരാൻ പാടില്ല. ഇതൊക്കെയാണ് ഐഡൻറ്റിഫയറിലുള്ള സെറ്റ് ഓഫ് റൂൾസ്. ഇനി അടുത്തുള്ള ടോപ്പിക്കാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾസ് ആണ്. അതാണ് കമ്പൈലറിന് ഏത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് സി ലാംഗ്വേജിൽ കുറേ ബിൽറ്റ് ഇൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇത് അരിത്മെറ്റിക്, റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി അരിത്മെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻസും ഓപ്പറേറ്റേഴ്സ് ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അരിത്മെറ്റിക് എക്സ്പ്രഷൻ. ആൻഡ് ഇത് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിലാണെങ്കിൽ വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ലൈക്ക് A = 5 + 6 ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമുക്ക് 6 + 5 = A ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം ഈസ് ഈക്വൽ ടു A + B. എയിലും ബിയിലും എന്തെങ്കിലുമൊക്കെ വാല്യൂസ് കാണും. അപ്പോൾ സം ഈസ് ഈക്വൽ ടു A + B എന്ന് കൊടുക്കാം. നമുക്ക് A + B = സം എന്ന് കൊടുക്കാൻ പറ്റൂല. ഓക്കെ. പിന്നെ പ്രസിഡൻസ് ഉണ്ട്. ഇതിൽ ഹൈ പ്രയോറിറ്റി വരുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ഹൈ പ്രയോറിറ്റി വരുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് അഡീഷൻ, സബ്ട്രാക്ഷനൊക്കെ നമുക്ക് പ്രസിഡൻസ് വരുന്നത്. പ്രസിഡൻസ് മീനിങ് ഇപ്പോൾ ഒരു ഇക്വേഷനിൽ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം ഉണ്ടെങ്കിൽ അതിൽ ഏതിനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രസിഡൻസ്. അപ്പോൾ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ എല്ലാം വരുന്നത്. ഇനി ഈ ഓപ്പറേറ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഈ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ് ഡബിൾ പ്ലസ്. ഇങ്ങനെ ഡബിൾ പ്ലസ് വന്നാൽ അത് ഇൻക്രിമെൻ്റ് ആണ്, ഡബിൾ മൈനസ് വന്നാൽ അത് ഡിക്രിമെൻ്റ് ആണ്. ഇനി അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് A = 5 എന്നുണ്ടെന്ന് വെക്കാം. ഇനി A++ എന്ന് കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് A++. ഇങ്ങനെ നമ്മൾ കൊടുത്താൽ ആദ്യം Aയുടെ വാല്യൂ എന്താണ്? 5. അപ്പോൾ 5 പ്രിൻ്റ് ആവും. ഇത് കഴിഞ്ഞിട്ടേ 5ൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവത്തുള്ളൂ. ഇൻസ്റ്റെഡ് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ A = 5 ആണ്, പ്രിൻറ്റ് ++A ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം Aയുടെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആവും. എന്നിട്ട് അതിൻ്റെ ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ A ഇപ്പോൾ 5 ആണ്, 1 ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ 6 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് മാത്രം നോട്ട് ചെയ്ത് വയ്ക്കണം. ബിക്കോസ് എല്ലാ ഇയറും നമുക്ക് ഈ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡിക്രിമെൻറ്റും സെയിം ആണ്. ഇപ്പോൾ A- ആണെങ്കിൽ ആദ്യം Aയുടെ വാല്യൂ പ്രിൻ്റ് ആവും. പ്രിൻറ്റ് A- ആണെങ്കിൽ ആദ്യം Aയുടെ വാല്യൂ പ്രിൻ്റ് ആവും, എന്നിട്ടാണ് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുന്നത്. ഇനി പ്രിൻറ്റ് -A ആണെങ്കിൽ ആദ്യം Aയുടെ വാല്യൂ ഡിക്രീസ് ആവും, എന്നിട്ടായിരിക്കും അത് പ്രിൻ്റായി കിട്ടുന്നത്. ഇനി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സി ലാംഗ്വേജിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ചുണ്ട്. ഇഫ്, സ്വിച്ച്, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ 1 by 1 നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്, എൽസ് ഇഫ് ലാഡർ ഉണ്ട്. ഇതിൽ സിമ്പിൾ ഇഫ് ആണെങ്കിൽ
ഇഫ് അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ കാണും, അത് ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് വരും. ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. അത് ഫോൾസ് ആണെങ്കിൽ അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കാണും. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഇഫ് അതിൻ്റെ എക്സ്പ്രഷൻ, ട്രൂ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, എൽസ് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഉള്ളതാണ് നെസ്റ്റഡ് ഇഫ് എൽസ്. നെസ്റ്റഡ് ഇഫ് എൽസ് ആണെങ്കിൽ ഇഫ് എൽസിൻ്റെ അകത്ത് തന്നെ വേറൊരു ഇഫ് എൽസ് വരും. ഫോർ എക്സാമ്പിൾ, ഇഫ് കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഇഫ് എൽസും കാണും. ഫോൾസ് ആണെങ്കിൽ വേറെ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഇനി എൽസ് ഇഫ് ലാഡർ ആണെങ്കിൽ ഇഫ് ഒരു കണ്ടീഷൻ കാണും, എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് വേറെ കണ്ടീഷൻ കാണും, അങ്ങനെ എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് n നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. ഇതാണ് എൽസ് ഇഫ് ലാഡർ. ദ നെക്സ്റ്റ് വൺ ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു വാല്യൂ വെച്ചിട്ട് എല്ലാ കേസും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. എവിടെയാണോ മാച്ച് ഫൗണ്ട് ആവുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഉള്ളതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ലൂപ്പിംഗ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ റിപ്പീറ്റഡ്ലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എങ്കിൽ നമുക്ക് ലൂപ്സ് ഒക്കെ യൂസ് ചെയ്യാം. ലൂപ്സിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് ലൂപ്സ് ആണുള്ളത്. എൻട്രി കൺട്രോൾഡ് ഉണ്ട്, എക്സിറ്റ് കൺട്രോൾ ഉണ്ട്. ഇതിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്. വൈൽ ലൂപ്പ്, ദ ഡു സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോർ ലൂപ്പ്. ഇങ്ങനെ 3 ടൈപ്സ് ആണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ വൈലാണ്. വൈൽ എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: വൈൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ, ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് കൊടുക്കാം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. മീനിങ് എൻ്റർ ആവുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് എൻ്റർ ആവുന്നത്. പിന്നെ ഫോൾസ് ആണെങ്കിൽ ഈ ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇനി സെക്കൻഡ് വൺ ആണ് ഡു സ്റ്റേറ്റ്മെൻറ്റ്. ഡു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡു ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ പുറത്താണ് വൈൽ കൊടുത്തിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്, എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഒരു ടൈമെങ്കിലും എക്സിക്യൂട്ട് ആവും, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോൾ നമുക്ക് ഈ ലൂപ്പിൻ്റെ പുറത്ത് വരും. ആൻഡ് ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്, ബിക്കോസ് എക്സിറ്റ് അടിക്കുമ്പോഴാണ് ഇതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഇതിലാണെങ്കിൽ ഫോർ അതിൻ്റെ അകത്ത് ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വേരിയബിളിൻ്റെ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കും. 0 അല്ല, എന്ത് വാല്യൂ ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കണ്ടീഷൻ, ഇപ്പോൾ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഇനി i++ ഇങ്ങനെ കൊടുക്കുമ്പോൾ i 0 തൊട്ട് 10 ആവുന്നത് വരെ ഇതിൻ്റെ അകത്തുള്ള ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എക്സിക്യൂട്ടായി കിട്ടും. ഇനി ഒരു ലൂപ്പിൻ്റെ പുറത്ത് വരണമെങ്കിൽ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ബ്രേക്ക് ആണെങ്കിൽ എവിടെയാണോ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, when a break statement is encountered inside a loop, the loop is immediately exited and the program continues with the statement immediately following the loop. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് അവിടെ വെച്ച് ആ ലൂപ്പ് എക്സിറ്റായി പുറത്ത് വരും. ഇനി ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് കൺട്രോളിനെ വേറൊരു പ്ലേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതിൽ ഗോ ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇവിടെ നിന്ന് ഈ സ്റ്റോപ്പ് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് ഇതിൻ്റെ കൺട്രോൾ പോവും. സ്റ്റോപ്പ് ഇപ്പോൾ ഇവിടെയാണുള്ളത്, അപ്പോൾ ഫ്രം ഹിയർ ദ കൺട്രോൾ വിൽ ഗോ ടു ദി സ്റ്റോപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ഇനി ഒരു പാട്ടിനെ മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ലൂപ്പിൻ്റെ പുറത്ത് വരും. ബട്ട് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ലൂപ്പിൻ്റെ പുറത്ത് വരത്തില്ല. കോസസ് ദ ലൂപ്പ് ടു ബി കണ്ടിന്യൂഡ് വിത്ത് നെക്സ്റ്റ് ഇറ്ററേഷൻ. നെക്സ്റ്റ് ഇറ്ററേഷൻ വെച്ചിട്ട് ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ഉള്ളതാണ് അറേ. ടീച്ചർ ഫ്ലോട്ടൊക്കെ പഠിച്ചു. അതിലൊക്കെ നമുക്ക് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇൻറ്റ് എ ആണെങ്കിൽ എയിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബി ആണെങ്കിൽ ബിയിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വരുന്നതാണ് അറേ. അറേയിൽ ഒരു നെയിമിൽ തന്നെ നമുക്ക് പല വേരിയബിൾസ്, പല വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് അതിലൊരു കണ്ടീഷനുണ്ട്, എല്ലാം സെയിം ഡേറ്റ ടൈപ്സ് ആയിരിക്കണം. ഇപ്പോൾ എ ഈക്വൽ ടു 1 2 3 4 എന്ന് എയിൻ്റെ പേരിൽ തന്നെ എനിക്കിങ്ങനെ 4 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. 4 അല്ല, നമുക്ക് എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അറേ. അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി സെയിം ടൈപ്പ് സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. അതാണ് അറേ. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഡേറ്റ ടൈപ്പ് സ്പേസ് അറേ നെയിം ബ്രാക്കറ്റിൻ്റെ അകത്ത് അറേയുടെ സൈസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഇൻറ്റീജർ അറേയാണ് വേണ്ടതെങ്കിൽ
അതിൻ്റെ ടൈപ്പ് ഇൻറ്റായിട്ട് കൊടുക്കണം, സ്പേസ് അറേയുടെ പേര്. ഇപ്പോൾ ARR എന്ന് കൊടുക്കുന്നത്, അതിൻ്റെ അകത്ത് സൈസ് ഇപ്പോൾ 5 കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ARR ഈ അറേൻ്റെ അകത്ത് എനിക്ക് 5 എലമെൻറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ABCDE ഇങ്ങനെ 5 വാല്യൂസ് വരെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൽ 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്. 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ ഒരു റോ മാത്രമേ കാണത്തുള്ളൂ. 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ റോ ആൻഡ് കോളംസ് കാണും അതിൽ. ആൻഡ് ഇതിൽ അറേസിൽ നമ്മൾ എലമെൻറ്റ്സിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ബേസിക്കലി ഇൻഡെക്സ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 1 2 3 4 ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ അറേയുടെ പേര് A എന്ന് വയ്ക്കാം. ഇപ്പോൾ A(0) കൊടുക്കുമ്പോൾ എനിക്കിതിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. A(1) ആണെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് കിട്ടും, 2 ആണെങ്കിൽ തേർഡ് എലമെൻറ്റ്, 3 ആണെങ്കിൽ ഫോർത്ത് എലമെൻറ്റ്, അങ്ങനെ കിട്ടും. അപ്പോൾ ഇൻഡെക്സിങ് എപ്പോഴും 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് സ്ട്രിങ്സ്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABC ഇതൊരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് എല്ലാം എൻഡ് ആവുന്നത് /0 വെച്ചിട്ടായിരിക്കും. സ്ട്രിങ്സ് ഇസ് എ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. ആൻഡ് C പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് സ്ട്രിങ്സിൽ കുറേ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. strlen ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ലെന്ത് കണ്ടുപിടിക്കാൻ പറ്റും. strcpy ഇത് വെച്ചിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. strcmp വെച്ചിട്ട് 2 സ്ട്രിങ് കമ്പയർ ചെയ്യാൻ പറ്റും. strcat വെച്ചിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ബേസ് ചെയ്തിട്ടും പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനിയുള്ളതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് റീയൂസബിൾ ബ്ലോക്സ് ഓഫ് കോഡാണ്. ഓരോ ഫങ്ഷൻസും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യും. ഈ ഫങ്ഷൻ്റെ സിൻടാക്സ് ആണ് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ വോയിഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റ്, ക്യാരി ഇങ്ങനെ എന്തെങ്കിലും ഡേറ്റ ടൈപ്പ് കൊടുക്കാം. അപ്പോൾ റിട്ടേൺ ടൈപ്പ് സ്പേസ് ഫങ്ഷൻ്റെ പേര്, അതിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി പാസ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ അകത്ത് ഫങ്ഷൻ്റെ ബോഡിയും കൂടെ വേണം. പിന്നെ ഫങ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്, ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്. ലൈബ്രറി ഫങ്ഷൻസിൽ വരുന്നതാണ് ഈ printf, scanf, sqrt ഇതൊക്കെ. പിന്നെ യൂസർ ഡിഫൈൻഡിൽ വരുന്നതാണ് യൂസറായിട്ട് കൊടുക്കുന്ന ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ മെയിൻ ഫങ്ഷനും യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. അപ്പോൾ എനിക്ക് ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെന്ന് വയ്ക്കാം. അതിൽ മെയിൻ ഫങ്ഷൻ മാത്രമാണ് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. വേറെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെയിൻ ഫങ്ഷനിൽ നിന്ന് അതിന് നമ്മൾ കോൾ ചെയ്യണം, വിളിക്കണം, എന്നാലേ വേറെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ അതിൽ പാരാമീറ്റേഴ്സ് കൊടുത്തും കോൾ ചെയ്യാം, ഇല്ലാതെയും കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പാരാമീറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൽ 2 ടൈപ്സാണ് ഉള്ളത്. കോൾ ബൈ വാല്യൂ ഉണ്ട്, കോൾ ബൈ റെഫറൻസ് ഉണ്ട്. കോൾ ബൈ വാല്യൂ ആണെങ്കിൽ ആ ഒരു വേരിയബിളിൻ്റെ കോപ്പി മാത്രമായിരിക്കും പാസ്സാവുന്നത്. സോ ഫങ്ഷനിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാൽ ഒറിജിനൽ വേരിയബിളിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഫങ്ഷൻ. ഇത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. മെയിൻ ഫങ്ഷനിൽ മോഡിഫൈ ഓഫ് എക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ നേരെ പോകുന്നത് മോഡിഫൈയുടെ ഫങ്ഷനിലായിരിക്കും. ഇതാണ് മോഡിഫൈ ഫങ്ഷൻ. അപ്പോൾ അതിൽ കൺട്രോൾ പോയി. ആൻഡ് ഇതിൽ എക്സ് എന്ന് മാത്രമാണ് പാസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അവിടെ പോവും, അവിടെ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇതിൽ എക്സ് ആണ് പാസ് ചെയ്തേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 5 ആണ്. ഈ മെയിൻ ഫംഗ്ഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ അഫക്റ്റ് ആവത്തില്ല. ബട്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ അഫക്റ്റ് ആവും. ബട്ട് മെയിൻ ഫംഗ്ഷനിൽ ഒറിജിനൽ വാല്യൂ അഫക്റ്റ് ആവത്തില്ല. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ നമ്മുടെ ഔട്ട്പുട്ട് ഒറിജിനൽ വാല്യൂ തന്നെ കിട്ടും. ഇതാണ് കോൾ ബൈ വാല്യൂ. ഇനിയുള്ളത് കോൾ ബൈ റെഫറൻസ് ആണ്. കോൾ ബൈ റെഫറൻസിൽ ഒറിജിനൽ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫംഗ്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാൽ അത് ഒറിജിനൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. കോൾ ബൈ റെഫറൻസിൽ നമ്മൾ ആംപ്രസൻറ്റ് സൈൻ ഇട്ടാണ് കൊടുക്കുന്നത്. ആംപ്രസൻറ്റ് എക്സ് മീനിങ് എക്സിൻ്റെ അഡ്രസ്സ് തന്നെയാണ് അവിടെ പാസ് ആവുന്നത്. അപ്പോൾ മോഡിഫൈ ആംപ്രസൻറ്റ് എക്സിനെ വിളിക്കുമ്പോൾ മോഡിഫൈ ആ ഒരു ഫംഗ്ഷനിലോട്ടായിരിക്കും കൺട്രോൾ പോകുന്നത്. അവിടെ A=A+10 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പാസ് ചെയ്ത് A5 ആണ്. ഇപ്പോൾ പുതിയ A=A+10 ആയിരിക്കും. അപ്പോൾ A= നമ്മൾ പാസ് ചെയ്ത് A5 ആണ്. അപ്പോൾ 5+10=15. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് ഒറിജിനൽ വാല്യൂം തന്നെ ഇതിൽ എഫക്റ്റ് ആയി. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ 15 ആയിരിക്കും വരുന്നത്. റിക്കേർഷൻ മീനിങ് ഒരു ഫംഗ്ഷനെ തന്നെ പിന്നെയും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കോൾ ചെയ്യുന്നതാണ് റിക്കേർഷൻ. എ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ദെൻ പോയിൻ്ററുണ്ട്. പോയിൻ്റേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. അത് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. പോയിൻ്ററിനെ നമ്മൾ സ്റ്റാർ സിമ്പിൾ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി പോയിൻ്ററിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ ഇൻറ്റീജർ സ്റ്റാർ എന്ന് കൊടുക്കുമ്പോൾ എയിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൽ ഇൻറ്റ്
സ്റ്റാർ PTR എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റ് a ഈക്വൽ ടു 10 എന്നും കൊടുത്തു. ഇനി ഇൻറ്റ് സ്റ്റാർ p ഈക്വൽ ടു ആംബ്രസൻറ്റ് a ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ പീൻ്റെ അകത്ത് എൻ്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോറായി നിൽക്കുന്നത്. ഈ ഇൻറ്റ് സ്റ്റാർ PTR അത് ഡിക്ലറേഷനാണ്. നമുക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിൻ്ററിൻ്റെ പേര്. ഇനി ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു വേരിയബിൾ വേണം, നോർമൽ വേരിയബിൾ വേണം. ഫോർ എക്സാമ്പിൾ a ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഇനി അതിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റർ വേണം. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ പോയിൻ്റർ ഓർ PTR ഈക്വൽ ടു ആംബ്രസൻറ്റ് a കൊടുക്കുമ്പോൾ എയുടെ അഡ്രസ്സ് ഈ PTRൽ സ്റ്റോർ ആയി കിട്ടും. ഇതാണ് പോയിൻ്റേഴ്സ്. ഇനിയുള്ളതാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ്. ഇതും ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ഇതും അറേ പോലെ തന്നെ നമുക്ക് കുറേ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം. ബട്ട് അറേക്കും ഇതിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അറേയിൽ സെയിം ഡേറ്റ ടൈപ്പാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒരു പേരിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാം. ഇതിൻ്റെ സിൻടാക്സ് ആണ്. ഇതിൽ നമ്മൾ സ്ട്രക്റ്റ് കീവേഡാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്റ്റ് സ്പേസ് സ്ട്രക്ചറിൻ്റെ പേര് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റ ടൈപ്പ് മെമ്പറിൻ്റെ പേര് സെമിക്കോളൻ, പിന്നെ അടുത്ത ഡേറ്റ ടൈപ്പ് മെമ്പർ 2യുടെ പേര് സെമിക്കോളൻ. ഇങ്ങനെയാണ് സ്ട്രക്ചറിൻ്റെ ഡിക്ലറേഷൻ വരുന്നത്. ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. അതിൽ തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിന് റോൾ നമ്പർ കാണും, പേര് കാണും, മാർക്സ് എല്ലാം കാണാം. അപ്പോൾ ഇതെല്ലാം ഓരോ ഡേറ്റ ടൈപ്സ് ആണ്. ഇതെല്ലാത്തിനെയും നമ്മൾ സ്ട്രക്ചറിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തു. ഇനി സ്ട്രക്ചറും യൂണിയനും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറിൽ അതിലുള്ള ഓരോ എലമെൻറ്റ്സിനും ഓരോ ഡേറ്റയ്ക്കും സെപ്പറേറ്റ് മെമ്മറി അലോക്കേറ്റ് ആയി കിട്ടും. ഫോർ എക്സാമ്പിൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിൽ ഇൻറ്റ് റോൾ നമ്പർ ഉണ്ട്, നെയിമുണ്ട്, പിന്നെ മാർക്സ് ഉണ്ട്. ഇങ്ങനെ 3 വേരിയബിൾസാണ് ഉള്ളത്. ഇത് 3നും സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടിക്കാണും. റോൾ നമ്പറിന് സെപ്പറേറ്റ് മെമ്മറി കാണും, നെയിമിന് സെപ്പറേറ്റ്, മാർക്സിന് സെപ്പറേറ്റ് മെമ്മറി കിട്ടിക്കാണും. ഇനി യൂണിയൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ യൂണിയനും സ്ട്രക്ചറും സിമിലറാണ്, ഒരേപോലെയാണ്. യൂണിയൻ നമ്മൾ യൂണിയൻ കീവേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ട്രക്ചറിൽ സ്ട്രക്റ്റ് കീവേഡ് യൂസ് ചെയ്തു. സെയിം യൂണിയനിൽ നമ്മൾ യൂണിയൻ എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. യൂണിയൻ്റെ പേര്, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡേറ്റ ടൈപ്പ് മെമ്പർ 1, ഡേറ്റ ടൈപ്പ് മെമ്പർ 2, ഇങ്ങനെ ഡേറ്റ ടൈപ്സ് എല്ലാം കൊടുക്കാം. ഇനി ഇതിനും സ്ട്രക്ചറിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാ ഡേറ്റ മെമ്പേഴ്സിനും മെമ്മറി അലോക്കേറ്റ് ആയി കിട്ടത്തില്ല. ഇതിൽ ലാർജസ്റ്റ് മെമ്മറി കൺസ്യൂം ചെയ്യുന്നത് ഏതാണോ അതിന് മാത്രം മെമ്മറി അലോക്കേറ്റ് ആയി കിട്ടും. പിന്നെ ഏത് ഡേറ്റ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം മാത്രം അതിൻ്റെ ആ ഒരു വേരിയബിൾ അതിൻ്റെ വാല്യൂ എടുക്കും. യൂസ്ഫുൾ ഇൻ ആപ്ലിക്കേഷൻസ് വെർ ഓൺലി 1 വാല്യൂ ഇസ് നീഡഡ് അറ്റ് എ ടൈം. ഏത് വാല്യൂ ആണ് നമുക്ക് ആവശ്യമുള്ളത് അത് ആ ഒരു മെമ്മറി ലൊക്കേഷനെ യൂസ് ചെയ്യും. ലൈക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. സ്ട്രക്ചറിൽ ഓരോ എലമെൻറ്റിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ കാണും. യൂണിയനിൽ അങ്ങനെയല്ല. ഈ ഡേറ്റാസിൽ ഏറ്റവും കൂടുതൽ മെമ്മറി കൺസ്യൂം ചെയ്യുന്നത് ഏതാണോ അതിന് മാത്രമേ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഇതിലുള്ള ഡേറ്റാസൊക്കെ ആക്സസ് ചെയ്യുന്നത്. ഇതും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഫയൽ ഹാൻഡ്ലിംഗ് ആണ്. സിയിൽ ഫയൽ ഹാൻഡ്ലിംഗ് ഉണ്ട്. നമ്മൾ ഡേറ്റാസൊക്കെ പെർമനൻ്റ്ലി ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യാനും അത് നമ്മൾ റിട്രീവ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡ്സാണ് RWA, R+W+A+, ഇതൊക്കെ. R മോഡ് വെച്ചിട്ട് ഒരു ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫയൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. W വെച്ചിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ള ഫയലിൽ തന്നെ ഓവർ റൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. A ആണെങ്കിൽ 2 ഫയൽസിനെ അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഫയലിൻ്റെ എൻഡിൽ അടുത്ത ഫയലിനെ നമുക്ക് അപ്പൻഡ് ചെയ്യാം. R+ ആണെങ്കിൽ റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. W+ ആണെങ്കിലും റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. A+ ആണെങ്കിൽ റീഡ് ചെയ്യാം, അപ്പൻഡ് ചെയ്യാം. ഇതാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫയൽ മോഡ്സ്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 2 വീഡിയോസ് ഓൾറെഡി ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇൻ C ആൻഡ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ഇൻ C. അത് രണ്ടും കണ്ടിട്ട് ഇത് ജസ്റ്റ് റിവിഷന് വേണ്ടി മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഇനി ടൈം കിട്ടുവാണെങ്കിൽ സി പ്രോഗ്രാമിംഗ് ബേസ്ഡ് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയറിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. പ്ലസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഇതേപോലെ ബാക്കിയുള്ള ടോപ്പിക്സും കൂടി അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓൾറെഡി പ്ലേലിസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും തന്നെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് യൂസ് ചെയ്യാം. താങ്ക്